ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെയിൽ കൂട്ടണം, കച്ചവടം കൂട്ടാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഒരു കിട്ടില്ല വീഡിയോ കേട്ടോ. നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു ഞാൻ പറയല്ല, മാക്സിമം ലെങ്ത്ത് കുറക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറൊന്നും അനക്കൽ പോലുമില്ല, കുറച്ച് ദിവസമായി ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ ബൈക്കിലൊന്നും പോയി വരും. അപ്പോൾ വീട്ടിൽ കണ്ടില്ല, മതിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇവിടെ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. അതായത് മൊത്തത്തിൽ എന്താ പറയുക, ഒരു നിരന്നൊരു ഏരിയ ആയിരുന്നു. മതിൽ പോയി ഇവിടുത്തെ തെങ്ങും കാര്യങ്ങളും മുറിച്ച് അങ്ങനെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ഇവിടെ കൂടെ റോഡ് വന്നു. ഇതിൽ കൂടെ ആ വീട്ടിലേക്ക്, ബാക്കിൽ കാണുന്ന വീട്ടിലേക്ക് റോഡ് വന്ന് അങ്ങനെ വീടൊന്നും കൂടി മിനുക്കി എടുക്കാനുണ്ട്. ഇനി സംഭവം പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ, കിട്ടിക്കാഴ്ച വീടാവും. അപ്പം അതെനിക്ക് അത്രയും പ്രതീക്ഷയുണ്ട്. കാരണം ആ ലെവലിൽ മേക്ക് ചെയ്തെടുക്കാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം തന്നെ, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടെന്നില്ല, അതൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെയിൽ കൂട്ടണം, കച്ചവടം കൂട്ടാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഷോപ്പിന്, നിങ്ങൾക്ക് ആ ഒരു ഫേമിന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് ഉള്ള കാര്യമാണ് ബിഹൈൻഡ് ദ സീൻസ്. നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ മേക്ക് ചെയ്ത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു കസ്റ്റമർ സാധനം വാങ്ങാൻ വരുന്നതായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, നിങ്ങളത് ഷോപ്പ് ചെയ്യുന്ന, അത് സെല് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു ഡെലിവറി ബോയ് ഉണ്ടെങ്കിൽ ആ ഡെലിവറി ബോയ് അതെങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെ അത് ഇതാക്കുക, അങ്ങനെ വെച്ചുള്ള ഒരു സിനിമാറ്റിക് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് വൺ, ആ ഒരു പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് എന്താണോ അതിനെ മാക്സിമം നിങ്ങൾ ഷോക്കേസ് ചെയ്യുക. ആ ഷോക്കേസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സിനിമാറ്റിക് രീതിയിലുള്ള റീൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്ന കാര്യമാണെന്നല്ലോ, ഡൈനമൈ ലൈഫ്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നെങ്കിൽ ആ ഒരു ബിസിനസ് ഓണർ അവരുടെ ആ ഒരു നീശ് പ്രൊഡക്റ്റിനെ കുറിച്ച് അവരെന്ത് ചെയ്യുക, ഡയറി ലൈഫ് പോലെ ഡെയിലി നിങ്ങൾ ഓരോ അപ്ഡേഷന് അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നത്, ഇൻഗ്രീഡിയൻസ് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ടേസ്റ്റ് വരുന്നത്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വരുന്ന കാര്യമാണെന്നറിയോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഒരു പേരുണ്ടല്ലോ, പേര് വേറെന്നല്ല, ട്രാൻസിഷൻ പോലെ ഉള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉണ്ടാക്കുന്നതിന് മുന്നുള്ള കാര്യം, ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് മേക്ക് ചെയ്തെടുക്കുക. അത് പല ട്രെൻഡിങ് ഓഡിയോസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മീറ്റ് ദ ഓണർ. അത് മീറ്റ് ദ ഓണർ എന്ന് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റ് പോലെ നിങ്ങളുടെ ആ ഒരു നീശിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് റിയൽ കമ്മ്യൂണിക്കേഷൻ മറ്റൊരാൾ ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ, യൂട്യൂബിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള പല പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത്രയും വാല്യൂ ഉണ്ട്. ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്ക്രിപ്റ്റഡ് അല്ല. മറ്റൊരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ അതിനൊരു ആൻസർ നിങ്ങൾ പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് സെയിൽസ് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റിമോണിയൽസ്, റിയൽ ബ്രാൻഡ്സിന് വേണ്ടി. അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടേത് എന്ത് ചെയ്യുക, ഗൂഗിൾ മൈ ബിസിനസ്സിലേക്കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുണ്ട് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ലൈക്കും കൂടി നടിച്ചാൽ അപ്പോൾ ഒരു വീഡിയോ മാക്സിമം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടോട്ടെ. മുതൽ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. ഇത് ഞാൻ എൻ്റെ ഭാഗത്ത്, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നില്ല, ഞാൻ അത്രക്കും അബദ്ധമാണ് ഞാൻ പറയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. ഓക്കെ അല്ലേ.